മൺകുടം നിങ്ങൾ കാണുന്നില്ലേ? ഇതിൽ ജലം നിറച്ചു വെക്കാൻ സാധിക്കും. എപ്പോഴും ശുദ്ധമായിരിക്കുന്ന ജലം, ശീതളമായ ജലം, നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന ജലം. പക്ഷെ ചിന്തിച്ചു നോക്കൂ, ഒരുപക്ഷെ ഈ കുടത്തിന്റെ താഴ്ഭാഗം കൃത്യമായില്ലെങ്കിൽ, മണ്ണിനെ ശരിയായ രീതിയിൽ പാകപ്പെടുത്തിയില്ലെങ്കിൽ, ആകാരം നൽകി ഇതിനെ അഗ്നിയിൽ കൃത്യമായി ചുട്ടെടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇത് തന്നെയാണ് മനസ്സിനും സംഭവിക്കുന്നത്. അതായത് പ്രണയം ഒരുപക്ഷെ ജലമാണെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന കുടമാണ് മനസ്സ്. മനസ്സാകുന്ന പാത്രത്തിൽ അടിത്തറയായി വിശ്വാസമില്ലെങ്കിൽ പിന്നെ അതിനെ അശ്രുക്കൾ കൊണ്ട് രൂപപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. സമയരൂപിയായ കുംഭാരന് അതിന് ആകാരം നൽകാൻ സാധിക്കില്ല. പിന്നെ പരീക്ഷണത്തിന്റെ അഗ്നിയിൽ അതിനെ പാകപ്പെടുത്തുവാനും സാധിക്കില്ല. എന്നാൽ പ്രണയം മനസ്സിൽ ഒരിക്കലും തങ്ങി നിൽക്കില്ല. ഇനി പ്രണയം നേടണമെന്നുണ്ടെങ്കിൽ അതിന് ഹൃദയം കൊണ്ട് പ്രവർത്തിക്കേണ്ടതായി വരും. എന്നിട്ട് മനസ്സ് തുറന്നു പറയണം, രാധേ രാധേ.